ഹലോ ഗായ്സ്, അപ്പം നമുക്ക് കുറച്ച് ബോൺ കിട്ടിയായിരുന്നു. ആ ബോൺ വെച്ചിട്ട് വേണ്ട ഇതിനങ്ങ് ടൈം ചെയ്തെടുത്തു. ഇനിയിപ്പോൾ വേറെ വല്ല പട്ടിക്കുട്ടിയും ഉണ്ടെങ്കിൽ അതിനെയും കൂടിയും എടുത്ത് ടൈം ചെയ്ത് എൻ്റെ പൊന്ന് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത്തിരി ഡേഞ്ചറസാണ്. എന്താ ഇതിൽ അവനെ കൊടുത്തേക്കാം, നോക്കട്ടെ ഗൈസ് ഫീഡ് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരി, അല്ലെങ്കിൽ വേണ്ട നീങ്ങേ ഗൈസ്. അപ്പം നമ്മളെ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുതായിട്ട് ബീസ് പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയുണ്ടായി. അതാണ് വേണ്ട ഈ കാണുന്നത്. തീരെ ദൈവം വരുതട്ടാ. പിന്നെ എനിക്ക് ഇവരെന്തി ഏതാണ് പിന്നെ നമ്മൾ ആ പശുവിനേന്ന് കിട്ടി. കേസൊരു ബോ കിട്ടിയ എൻ്റെ മോനെ. കേസൊരു മെൻറ്റിങ് ബുക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എൻ്റെ മോനെ. ഓക്കെ കേസ്, അപ്പോൾ ഈ ബോ നമുക്ക് എടുത്ത് വയ്ക്കുക. ഇനി സ്കെൽട്ടൻസിനെ കൊല്ലുമ്പോൾ ആൻവിലും കൂടി ഉണ്ടാക്കിയിട്ട് ചെയ്യാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൈനിങ് ഏരിയയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൈനിങ് ഏരിയ എവിടെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഗൈസ്. നിങ്ങൾ പറയാം വേണ്ട ഇവിടെ മെലൺ വളർന്നുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഒരു മെലൺ ഫാമും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. കുറേ മെലൺ കിട്ടിയിട്ടേ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് മൈൻഡ് ചെയ്ത് തുടങ്ങാം. എവിടെ നിന്ന് വന്ന് അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. എനിക്ക് വയ്യ, ഇവിടെ മുഴുവൻ ഗെയിംസാണ്. അവിടെ വല്ല അയ്യോൺ ഉണ്ടോ എന്ന് എൻ്റെ സംശയമുണ്ട്. എൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട് ഇവിടെ വല്ല അയ്യോൺ ഉണ്ടെങ്കിലോ. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഞാനിതിലൂടെ ഓടിയൊന്ന് ഓർമ്മയുണ്ടാവും ചിലവർക്കൊക്കെ. എൻ്റെ മോനോ, എൻ്റെ പൊന്നി ഗൈസ്, ഇതുവഴിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓടി വന്നത്. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ അന്ന് പെട്ടെന്നും കിട്ടിയില്ല. റീസ്പോൺ പോയിൻ്റ് പോലും സെറ്റ് ചെയ്യാൻ പറ്റാതെ ഓടി. ഇവിടെ നിന്നാണ് ഇവിടെ ഉണ്ടല്ലോ കുറേ തത്ത. എൻ്റെ പൊന്നോ, അവൻ്റെ വലിയൊരു കേവ്. എൻ്റെ മോനെ, ഇത് സീനാട്ടാ. കൊക്കോബീന് മെലണുള്ളതുകൊണ്ട് നന്നായി. ലേശം ഫുഡ് അടിച്ചെടുക്കാം. കോബീന് അതിന് വേണ്ടിയിട്ട് ഈ വുഡ് ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ട് അയ്യൻ കിട്ടി. കിട്ടിയതാണെങ്കിൽ 5 അയ്യൺ. ആനിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി 18 അയ്യണും പിന്നെ എൻ്റെ ഒരു 3 അയ്യണും ഇതൊക്കെ വേണം. നമ്മളിവിടെ മൊത്തത്തിൽ ചുറ്റടിക്കാൻ പോവാണ്. അയ്യണൊക്കെ അടിപൊളി. കേവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി കുറച്ച് അയ്യൺ. പക്ഷെ ഇങ്ങോട്ടേക്ക് പോകണം, അത്ര ഉള്ളു, അത്ര സേഫല്ല.
കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടേക്ക് വന്നത് അത്ര സേഫ് അല്ല. എൻ്റെ മോനെ എമറാൾഡ്. യെസ് യെസ്, എമറാൾഡ്. ഗൈസ്, വി ഫൗണ്ട് ദാറ്റ് എമറാൾഡ്. ഇറങ്ങിപ്പോടാ, വെറുതെ മനുഷ്യനെയും കൂടെ ചിറ്റിക്കാതെ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിക്കട്ടെ കേട്ടോ. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക പറ്റും നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. എൻ്റെ മോനെ വലിയൊരു ഗെയിം നമ്മുടെ ഫേസിൻ്റെ തൊട്ടടുത്തിനുണ്ടായി എമറാൾഡ്. എൻ്റെ മോനെ കൊക്കോബീന് കിട്ടിയപ്പോൾ ഫുഡ്. എൻ്റെ മോനെ അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, തമ്മനയിൽ കൊടുക്കാം. എൻ്റെ മോനെ ഓക്കെ. ഈ ഫൗണ്ട് എമറാൾഡ് ഗൈസ്. പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ അത്രയും നല്ലത്. താഴേക്ക് പോയത് കൃത്യം കയ്യിലില്ല. ഇനി എമറാൾഡ് ഉണ്ടോ? പക്ഷേ ആ പാടുണ്ടായിരുന്നു, ഒരു എമറാൾഡായിരുന്നു. എൻ്റെ മോനെ അടിപൊളി. ഈ സവട്ട എങ്ങാണ്ടായിരുന്നു നമ്മുടെ ബേസ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ബേസ് എവിടെയാണെന്ന് മറന്നുപോയി. പെട്ട് ഒരു ബ്ലോക്കൊക്കെ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഈ ബാമ്പുള്ള വഴിയാണെന്നറിയാം. അടിപൊളി. ഇവിടെ കേവൊക്കെ ഉണ്ട്. പതിനേഴ് അയണായി. ഓക്കെ, ഇപ്പോൾ ഓർമ്മ വന്നു ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇങ്ങോട്ടേക്കാണ്. അയൺ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അയൺ തീരുന്നതിനേക്കാൾ മുന്നേ എടുത്തു. എമറാൾഡ്. എൻ്റെ മോനെ ചുമ്മാ ഇങ്ങോട്ട് വന്നു ഇഷ്ടം പോലെ എമറാൾഡ് ഇട്ടുണ്ട്. ഓ മൈ ഗോഡ്, നൈറ്റ് ആവുന്നുണ്ട്. അതിനേക്കാൾ മുന്നേ എനിക്ക് സ്കേപ്പ് അടിച്ചേക്കാം. നൈറ്റ് ആവണ്ടോന്നൊരു സംശയമില്ല. അതില്ല. അതാണ്ട് നമ്മുടെ വീസ എവിടെയാ? നൈറ്റ് ആവുണ്ട്. പണി കിട്ടി. നൈറ്റ് ആവുന്നുണ്ട്. വല്ലവന്മാർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇത്രയും നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ഫസ്റ്റിന് ഈ എമറാൾഡ് ആയാണ്. ഇത് ഇത്രയും എടുത്ത് വെച്ചേക്കാം. എൻ്റെ പൊന്നോ, ഇപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അയണം കിട്ടി. ഓക്കെ, അയ്യോ, ഞാൻ സ്കെൽറ്റ് ഞാനെടുത്ത് വയ്ക്കാൻ വന്നു. 23 അയോൺ ഇങ്കറ്റ്. ഓക്കെ, അടിപൊളി. നിൽക്കട്ടാ, ആ ജംഗിൾ വുഡും കൊക്കോബീനും നമുക്കെടുത്തിട്ട് ഇവിടെ ഫാം ചെയ്യാൻ വയ്ക്കാം. നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം അത് വെച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ ലാസ്റ്റത്ത് വരണം. അതും ഇവിടെ. ഓക്കെ, കൊക്കോബീനുള്ള സാധനം കിട്ടി. ഇനിയിപ്പോൾ ഒന്നും കൂടെ അവിടേക്ക് പോയി നോക്കാം. നല്ല രസം. ഒരു മിനിറ്റ്, നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ നേരത്തെ എന്ന പോലത്തെ ഒരു അവസ്ഥയായിപ്പോവും.
ഒരു പകുതിയോളം എടുത്തിട്ട് സ്ലാബാക്കാം. സ്ലാബില്ലേ സ്ലാബ് 18 സ്ലാബ് കിട്ടി ഗൈസ്. അങ്ങനെ 18 സ്ലാബ് റെഡി. ഫുഡ് ഇതുപോലെ കേവിലേക്ക് കളി വന്നു. ഫുഡ് എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ. ആകപ്പാടുള്ളൊരു ഫുഡാണ് ജസ്റ്റുള്ള ഈ ഒരു വാട്ടർമെലൺ. ഇവിടെ വല്ല മെലൺ വളർന്നോ? ഒന്നും വളർന്നിട്ടില്ല. എവിടുന്ന് വളരാൻ? തേനയും ഗൈസിപ്പം അതിനകത്തേക്ക് വീണിട്ട് പണി കിട്ടിയേനെ. നന്നായി. എന്താ ഗൈസ് നല്ല ഹങ്കർ വരുന്നുണ്ട്. മെലം കഴിച്ചിട്ടൊന്ന് മാറുമെന്ന് തോന്നണ്ട. ഓക്കെ, അപ്പോൾ സ്ലാബ് ഒന്ന് വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വെച്ചിട്ട് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ സ്ലാബിനെ പിന്തുടർന്നാൽ പോരെ. അതാണ്ടായോ തുടക്കത്തിൽ ഇവിടെ ഒന്നും എടുത്തില്ല. ഇവിടെ ഉള്ളതൊന്നും ഇനിയുണ്ടല്ലോ അയ്യൻ. എൻ്റെ പൊന്നോ, എന്തത് അയോൺ മാത്രമുള്ളൂ ഇവിടെ. അയോണ് എമറാൾഡ്. അതുകൊണ്ട് പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ പോകാൻ പറ്റുള്ള ഇത് പൊട്ടിച്ചെടുത്ത് ഇനിയിപ്പോൾ പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എവിടെയാണ് നമ്മൾ സ്ലാബ് വെച്ചേ? അതും പോയാ? ആണ്ടെ അങ്ങോട്ട്. ഇതിൻ്റെ മണ്ടയിലൊരു സ്ലാബ് വയ്ക്കണം നല്ലതാണ്. ഞാൻ ലോസ്റ്റായി പോവില്ല. ഈ താഴേക്കുണ്ടായി. എനിക്ക് അത്യാവശ്യം ആർമറായിട്ടൊക്കെ പോയാൽ മതി എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്കൊന്നും പോവാത്ത. ഗൈസ് പച്ച കളർ തത്ത അത് റെയറാണോന്നൊന്ന് പറയണേ ഗൈസ്. നിങ്ങൾ പച്ച കളർ തത്ത റെയറാണോന്ന് പറയണം. പിന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ക്വാളിറ്റി എടുത്തേക്കാം. എപ്പോൾ എന്തത് 5x5 10, 5x2 10. ഓക്കെ, 11 കിട്ടി. പിന്നെ ഇവിടെ വാട്ടർ സോഴ്സ് ഉണ്ട് അത്യാവശ്യത്തിന്. അത് എമറാൾഡാണോ? അല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എമറാൾഡ് പോലെ മൈൻസ്. അതാണ്ട ബെസ്റ്റ്. ഇതിലൂടെ പോയി അതിലൂടെ കറങ്ങി തിരിച്ച് വന്നിരിക്കുന്നു. അപ്പം ഇവിടെ എന്നാൽ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോയില്ലായിരുന്നു എമറാൾഡ് നഷ്ടമായതിനും ഇത്രയും അത് നഷ്ടമായേനെ. ഇപ്പം അയോണും എല്ലാം ചാട്.
ഇവിടെ ജംഗിളായതുകൊണ്ട് ഇഷ്ടം പോലെ വൈനുണ്ട്. ഷിയേഴ്സ് കിട്ടിയായിരുന്നു, ഇതൊക്കെ ഷിയർ ചെയ്തെടുക്കായിരുന്നു. കൊക്കോ ബീൻസ് ആയിട്ടില്ല. പിന്നെ ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലൊരു പേടി വേണ്ട. അപ്പം കിട്ടിയ അയണും കൂടി എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് മെൽറ്റ് ചെയ്യാം. ജസ്റ്റീന് ക്രാഫ്റ്റിംഗ് വേണ്ട, അതപ്പോൾ വേണമെങ്കിൽ ആവശ്യം വരും. എക്സ്ട്രാ ആയിട്ട് ഇരിക്കട്ടെ. കുറച്ചെടുത്ത് മാറ്റിയിട്ടേ ഈ 9 എടുത്തിട്ട് ഇതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിന് സ്മെൽറ്റ് ആവട്ടെ. ഇതുവരെ തണ്ണിമത്ത് റെഡി ആയില്ലേ? ഇതിപ്പോൾ ഈ വീറ്റ് റെഡി ആയിട്ടാണോ ഒന്ന് ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അതെവിടെയാണ് കൺഫ്യൂഷൻ. വേണ്ട, ബാമ്പു റെഡി ചെയ്യാം. ആവശ്യം വരും. അതിൻ്റെ ആ കാണുന്ന ചിക്കൻ പോയിട്ട് കൊന്നിട്ട് വരാം. ഫുഡില്ലാതെ ഇട്ടുകൊണ്ട് വീട്ടിൽ കുറേ നാളായി. ഹൈ, എൻ്റെ പൊന്നു കോഴി, നീ ആ സാധനത്തിൽ നിന്ന് മാറിയേ. ഒരു ചിക്കൻ കിട്ടി. ഹൈ, ഇല്ല, പിന്നെ നമ്മളെടുത്തൊക്കെ ഇനി വേറെ ചിക്കനും കുക്കിനൊന്നും ഇല്ലേ? ഫാണ്ടറിങ് ട്രേഡറും ലാമയും വേണ്ട. ടേസ്റ്റ് ഇതിനൊക്കെ ഒന്നിക്കാം. ഈ മൂച്ചും കൊല്ല്. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലാത്ത സാധനമാണ് ഈ സാധനം എന്നാണ് ഞാൻ വിചാരിക്കണേ. ശരി, ഒന്നുമില്ല ഈ സാധനത്തിൻ്റെ കയ്യിൽ. ആ കുഴിയിലേക്ക് പോയി ചാവാത്ത നമ്മൾ. ഇതൊക്കെ ഒന്ന് ഡയമണ്ട് പിക്കാക്സ് ആക്കണം എന്നൊക്കെ ഉണ്ട്. ആക്കാൻ ഡയമണ്ട് ഉണ്ടായില്ല. ഒബ്സീഡിയൻ ഉണ്ടാക്കാൻ വേണ്ടി ലാവാ ബക്കറ്റൊക്കെ കൊണ്ട് മറ്റൊരു പ്രയോഗമില്ലേ, അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ആ ബോൺ എടുത്തിട്ട് ഇവിടെ തന്നെ ബോൺ മീൽ ചെയ്തേക്കാം. വെറുതെ എന്തിനാ സമയം അതിനൊക്കെടുത്തണേ. ഓക്കെ, അപ്പം ബോൺ മീൽ മേക്കാം. ഓക്കെ, 2 ചിക്കനെ ഫർണേസിനകത്ത് ചുടണ്ട. അതിനകത്ത് വെച്ചിട്ടങ്ങ് ചൂടാം. ചുട്ട് കഴിയുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. ബോൺ മീൽ 6 ഓക്കെ, വീറ്റ് റെഡി. വീറ്റ് 2 സി 1 2 3 1 2 2 ചെയ്തപ്പോൾ തന്നെ കിട്ടി. 3 വീറ്റ്. അയ്യാ, ഇവിടെ വെറുതെ ഈ സ്ലാബാണ് പ്രശ്നം. ഈ വീട് പണിതന്നെ ടെമ്പററി ആയിട്ട്, അതുകൊണ്ട് തന്നെ വേഗം നൈറ്റ് ആവുന്നതിനേക്കാളും പിന്നെ എല്ലാം സ്ലാബ് അത് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കണേ. അതുകൊണ്ട് ലേശം പ്രശ്നമാണ്. ഓക്കെ, ട്രാപ്പ് ഡോർ തുറന്നിട്ട് 2 ചിക്കൻ. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിക്ക് അത് ഫീഡ് ചെയ്യാം.
നമ്മുടെ ഉള്ളിൽ ലീഷ് വെച്ചിട്ടേ പശുവിനെ ഒന്ന് ലീഷ് ചെയ്ത് വെച്ചേക്കാം. അതേ പറ്റുള്ളൂ. ഞാൻ പട്ടിയാണെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ളൂ. ലീഷ് ഇട്ടിരുന്നോ പട്ടിക്കുട്ടി സ്റ്റാൻഡ് വാ വാന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്ര ഉള്ളു വീഡിയോ. ശരി.